അസ്സലാമലൈക്കും. എസ് ആർ ഖലീജ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഷെഫ് മുസൈഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിസ്ക്കറ്റ് ആയാലോ, നമുക്കൊരു ലെമൺ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. നാരങ്ങ ബിസ്ക്കറ്റ്, ലെമൺ ബിസ്ക്കറ്റ് എന്ന് പറയും, നാരങ്ങ ബിസ്ക്കറ്റ് എന്ന് പറയും. അത് തയ്യാറാക്കണം എങ്ങനെയെന്നും നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാം പഞ്ചസാര പൗഡറാണ് എടുത്തിട്ടുള്ളത്, ഞാൻ പൊടിച്ചതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ ചിരണ്ടിയ അതിൻ്റെ തൊലിയാണ്. പിന്നെ അതിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങയുടെ ജ്യൂസും. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 160 ഗ്രാം എണ്ണയാണ്, കുക്കിംഗ് ഓയിൽ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 250 ml 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനമാണ് ഈ ബിസ്ക്കറ്റിന് ആവശ്യം. ഇനി ഇതിൽ ബിസ്ക്കറ്റ് ലാസ്റ്റ് ഇട്ട് മുക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ഷുഗർ പൗഡർ വേണം, അത് ഞാൻ അപ്പോഴും കാണിച്ചു തരാം. ഇപ്പം നമുക്ക് മുട്ട ഒന്ന് അടിച്ച് എടുക്കാനായിട്ട് മെഷീനകത്തോട്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ബിസ്മില്ലാ. 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ള ഈ ബിസ്ക്കറ്റിന്. 2, 3, 4 മുട്ടയും പഞ്ചസാരയും കൂടെ നമുക്ക് അതിനകത്തോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിസ്ക്കറ്റിന് അടിച്ചു വെച്ച മാവ് ടൈം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആ ബിസ്ക്കറ്റ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഒരു ചെറിയ ബോളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയതായിട്ട് എടുക്കണം. കാരണം എന്ന് വെച്ചാൽ ചെറിയ ബോളാണ് നമുക്ക് നല്ലത്. ബിസ്ക്കറ്റ് എപ്പോഴും കൂടുതൽ നല്ലത് ബിസ്ക്കറ്റ് ചെറുതായിട്ടാണ്. കണ്ടല്ലോ, ഇതേമാതിരി ചെറിയ ബോളായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് ഈ പഞ്ചസാരയിലോട്ട് ഒന്ന് ഇടണം. ഈ പഞ്ചസാരയിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ട്രേയിലോട്ട് വയ്ക്കാം. ഇതേപോലെ പഞ്ചസാരയിലിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് ഒരു ജസ്റ്റ് ഇതേമാതിരി ഒന്ന് ഈ ബോളാക്കി ഈ ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേയിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഉരുട്ടിയെടുക്കാം, ചെറിയ ബോളാക്കി എടുക്കാം. നമുക്ക് ചെറിയ ബോളാണ് ഏറ്റവും നല്ലത്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള ബോളെ നിങ്ങൾ എടുക്കാവൂ, വലിയ ബോൾ എടുക്കരുത്. പിന്നെ നിങ്ങളെ ചോയ്സും കൂടെയാണ്. തണ്ട ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള ബോൾ എടുക്കണം. എന്നിട്ട് ഈ പഞ്ചസാരയിലിട്ടിട്ട് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ എടുക്കാം. നല്ല രസമുള്ള ബിസ്ക്കറ്റാണ് ഇത്. കഴിക്കാൻ ഒരു പുളിയും ഒരു മധുരവും എല്ലാം ഉള്ളതാണ്. കണ്ടല്ലോ നിങ്ങൾ, ഇതേമാതിരി എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. കണ്ടല്ലോ നിങ്ങൾ, നോക്കിക്കാണി. ഈ പഞ്ചസാരയിലോട്ടിട്ട് നമ്മളൊന്ന് ടിപ്പ് ചെയ്ത് നല്ലോണം ഒന്ന് ടിപ്പ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഈ ട്രേയിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്താ നോക്കിക്കേ, ബിസ്മില്ലാ. അല പറക്കത്തില്ല, നിങ്ങൾക്ക് കാണാമല്ലോ. എല്ലാം ഇതേമാതിരി ചെയ്ത് കൊടുക്കും. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, വേറെ ഒരു സാധനങ്ങളും വേണ്ട. വളരെ ഈസിയാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. കുക്കിംഗ് ഓയിൽ മാത്രം മതി, വേറെ ബട്ടറും കിട്ടറും ഒന്നും വേണ്ട. നല്ല എളുപ്പമുള്ള സാധനമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ബിസ്ക്കറ്റ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതേമാതിരി തയ്യാറാക്കി. നമുക്കിനി ഇതൊന്ന് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഓവൻ എപ്പോഴും ഫ്രീ ഹീറ്റാക്കി ഇട്ടിട്ട് ബിസ്ക്കറ്റുകൾ കുക്കീസൊക്കെ ആയാലും വെക്കാവൂ. ഞാനിവിടെ 175 ഡിഗ്രി ചൂടും 18 മിനിറ്റുമാണ് ഈ ബിസ്ക്കറ്റ് വെക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓവനിലോട്ട് വയ്ക്കുന്നു. 2 ട്രേ ബിസ്ക്കറ്റാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ബിസ്മില്ല. കണ്ടല്ലോ നിങ്ങൾ, നോക്കിക്കേ. ഓവനകത്തുണ്ട്. ഞാൻ 18 മിനിറ്റും 175 ഡിഗ്രി ചൂടുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 18 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. നമ്മളുണ്ടാക്കിയ ബിസ്ക്കറ്റ് ഓവനിൽ നിന്ന് ഞാൻ പുറത്തെടുത്തു, ഓവനിൽ വെച്ചിരുന്നത്. കണ്ടല്ലോ നിങ്ങൾ. മാഷാ അല്ലാഹ്, തബാറക്കത്ത് റഹ്മാൻ. എത്ര ഈസിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഈ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.